സ്ത്രീ പറയുന്നുണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഏത് രീതിയിലാണ് ലൈംഗികമായിട്ടുള്ള രീതിയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് സംസാരിച്ചത്. ആ പെൺകുട്ടിക്ക് തന്നെ തലവിരുത്തിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോയി. ആ പെൺകുട്ടി അതിനകത്ത് അനുഭവങ്ങൾ പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എന്റെ തല തന്നെ ചേട്ടാ മരച്ചുപോയി. ഫാമിലി ഡെയിലി വ്ളോഗേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരുടെ മക്കൾക്ക് ഈ ഒരു ഫ്രണ്ട് ആപ്പ് എടുത്ത് കൊടുക്കും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ മക്കളോട് ഒരിക്കലും ഈ പറയുന്നവർ എത്ര നാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? എത്ര പേര് ഇതിനകത്ത് ഇവരുടെ സ്ക്രീൻ ടൈം ഉൾപ്പെടെ അവർക്ക് കാണിക്കാൻ പറ്റുമോ? അവരെത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? ആ വഴി അവർക്ക് എത്ര നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്? ഒരാൾ പോലും ഇത് അഡൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ അനൂസ് വേൾഡിനകത്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്ത് രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ബെറ്റിംഗ് ആപ്സ് പോലുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിരോധിച്ചു. ഇതേപോലുള്ള ഒരു തരത്തിലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഫോളോവേഴ്സിനെ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. കൊച്ചിയിൽ സ്പാകളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ ഒരു കൗമാരപ്രായം കഴിഞ്ഞിട്ട് ഒരു 18 തൊട്ട് ഒരു 20 വയസ്സ് 21 വയസ്സ് എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉന്നത പഠനത്തിനൊക്കെ പോകുന്ന കുട്ടികളില്ലേ, ഇവരെയൊക്കെ ഇവർ സ്പായിൽ നിന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതിലൂടെ കിട്ടിയ നല്ല സുഹൃത്തിനെ കാണിക്കണം. അതേപോലെ എത്രമാത്രം പൈസ അവർ അതിൽ നിന്ന് സമ്പാദിച്ചു. പ്രോസസ് ഇത് സേഫ് ആണെന്ന് പറയുന്നുണ്ട്. എത്തരത്തിൽ സേഫ്? ആൺകുട്ടികളുടെ ക്യാഷ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണുങ്ങളുടെ ലിസ്റ്റിനെ യൂസ് ചെയ്ത് അതന്നെ ആണുങ്ങളുടെ ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് ഇത്. ആണുങ്ങളുടെ ക്യാഷ് അങ്ങോട്ട് വാങ്ങിച്ച്, അതായത് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കും. നമ്മുടെ ലിസ്റ്റിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് സൗഹൃദം എന്തിനിങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ എന്താ നമുക്ക് അതിനകത്ത് എന്ത് വാല്യൂ ഉള്ളത്? ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതും കൂടെ അറിഞ്ഞിട്ട് വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഇതെന്തോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇത് നല്ല സൗഹൃദം കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കാണിക്കണം. രഞ്ജിത്തെ, നമുക്ക് പുതിയ കുറച്ച് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്താലോ? നമ്മുടെ ഫ്രണ്ട് ആപ്പ് വഴി നമുക്ക് നിലവിലുള്ള ഫ്രണ്ട്സ് ഒന്നും അത്ര പോരാ, അല്ലെങ്കിൽ നമുക്ക് പുതിയ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഫ്രണ്ട് ആപ്പ് വഴി കുറേ അധികം നല്ല സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുത്താലോ? എന്തായിരിക്കും? അതെ, ഇപ്പോഴത്തെ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ പറയുന്നത് ഭയങ്കര സേഫാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ആൺകുട്ടികളുടെ പൈസ പോകുന്നുണ്ട്, അത് അവർ പറയുന്നില്ല. ഇത് ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡൾട്ട് ആപ്ലിക്കേഷനാണ്, അത് അവർ അങ്ങനെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ല, നമ്മുടെ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമുക്ക് ഒരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ ഏറ്റവും സാധ്യമാകുന്ന ഒരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വൈബ് അനുസരിച്ചുള്ള ഒരു ഫ്രണ്ടിനെ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം റോസ് കിട്ടും. അതാണ് കുറെ കൂടെ ഇതുള്ളത്. ഈ റോസ് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് രസം. ഈ റോസ് കൺവേർട്ട് ചെയ്തവർക്ക് മണിയാക്കാം. പക്ഷെ അവർ ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സൗകര്യമാണ്. ആൺകുട്ടികൾക്ക് പൈസ അങ്ങോട്ട് അടയ്ക്കണം, ക്യാഷ് അങ്ങോട്ട് കൊടുത്താലേ അവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ജെൻഡർ വൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ. പെൺകുട്ടികളെയാണ് അവർക്ക് ആവശ്യം. അതെ, സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെൺ സൗഹൃദങ്ങളും ഉണ്ട്, ആൺ സൗഹൃദങ്ങളും ഉണ്ട്. സൗഹൃദങ്ങൾക്ക് അങ്ങനെ നമ്മൾ ജെൻഡർ വൈസ് കാണുന്നത് ശരിയല്ല. പക്ഷെ ഈ റോസിന്റെ കാര്യം വരുമ്പോൾ അതൊരു ജെൻഡർ വൈസ് ആയി മാറി പോകുന്നില്ലേ? പെൺകുട്ടികൾക്ക് മാത്രം റോസും ആൺകുട്ടികൾ ആ ഒരു റോസ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കണമെങ്കിൽ അവരിങ്ങോട്ട് റോസ് തരണം. ആ റോസ് അവർ റീചാർജ് ചെയ്യുന്ന പോലെ ഈ ക്യാഷ് അടച്ചാൽ മാത്രമേ അവർക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റൂ. ഇത് പെൺകുട്ടികൾക്ക് ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ അവർക്കറിയാം. പക്ഷെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഒട്ടും സേഫ് അല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നു ഫ്രണ്ട് ആപ്പ് വഴി, എനിക്ക് നിങ്ങൾ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അത്ര ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലോക്ക് ചെയ്തിട്ട് പോവാൻ നീ. അതാണ് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ആപ്പ് അത്ര സേഫ് ആണെന്ന്. സേഫ് ഇതിനകത്ത് അനൂസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് ഒരു സ്ത്രീ ഇട്ടിട്ടുണ്ട് ഇതേപോലെ. അവർ ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവർക്ക് മക്കളുണ്ട്, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെക്കണം എന്താണെന്നുള്ളത് അവർക്ക് നോക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ അവർ കയറിയപ്പോൾ ഉള്ള അനുഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന അനുഭവങ്ങൾ കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടും. നിങ്ങളൊന്ന് അനൂസ് വേൾഡിൽ നിന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഫ്രണ്ട് ആപ്പിനെ പറ്റി അവരൊരു ലോങ് വീഡിയോ, ഒരു 10-24 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർ കാണിക്കുന്നുണ്ട്. അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന എന്താണ്, സെക്ഷലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്ന മൊത്തം. ഈ ഒരു ആൺകുട്ടി അതായത് ഒരാൾ പൈസ കൊടുത്ത് അങ്ങോട്ട് എന്തിനാ പൈസ കൊടുക്കുന്നത്? അവർക്ക് എന്താ വേണ്ടത്? വെറുതെ ഹൈ സുഖമാണോ എന്നൊന്നും പറഞ്ഞ് ആരും പൈസ കൊടുക്കുന്നില്ല. മെസ്സേജിനാണെങ്കിൽ 50 രൂപ, ഓഡിയോ കോൾ ആണെങ്കിൽ അത് 150 രൂപ, ഇനി വീഡിയോ കോളിലൊക്കെ കിടക്കുകയാണെങ്കിൽ അത് 500 രൂപ. ആ ഒരു കണക്കിലേക്കാണ് ഈ നമ്മുടെ ഈ ഫ്രണ്ട് ആപ്പ് വഴി നമുക്ക് പൈസ ഏൺ ചെയ്യാന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പറയുന്നുണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാം. ആരായിരിക്കും ആ പൈസ കൊടുക്കുന്നതെന്ന് അവർ പറയുന്നില്ല, അല്ലെങ്കിൽ അവർ ഫ്രണ്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമാണ്. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരുടെ ലക്ഷക്കണക്കിന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്നത്. ഒരാൾ പോലും ഇത് അഡൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ.
ഒരാൾ പോലും അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നില്ല, മിസ്ലീഡ് ചെയ്തിട്ട് അവർ ഓരോന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അതിനകത്ത് എത്ര ആൾക്കാർ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനകത്തില്ലേ ഫാമിലി വ്ളോഗേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവരിത് പ്രൊമോട്ട് ഫാമിലി ഡെയിലി വ്ളോഗേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരുടെ മക്കൾക്ക് ഈ ഒരു ഫ്രണ്ട് ആപ്പ് എടുത്ത് കൊടുക്കും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ മക്കളോട് ഒരിക്കലും ഈ പറയുന്നവർ എത്ര നാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇതിനകത്ത് ഇവരുടെ സ്ക്രീൻ ടൈം ഉൾപ്പെടെ അവർക്ക് കാണിക്കാൻ പറ്റുമോ? അവരെത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ആ വഴി അവർക്ക് എത്ര നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നടക്കുന്ന ഈ കുറേ പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് വേറെ രീതിയിൽ നമ്മൾ പണ്ടൊരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിലെ സ്പാകളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ ഒരു കൗമാരപ്രായം കഴിഞ്ഞിട്ട് ഒരു 18 തൊട്ട് ഒരു 20 വയസ്സ് 21 വയസ്സ് എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉന്നത പഠനത്തിനൊക്കെ പോകുന്ന കുട്ടികളില്ലേ, ഇവരെയൊക്കെ ഒരു സ്പായിൽ നിന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇവർ പഠിക്കാനായിട്ട് വരുന്നതാണ്, നമ്മുടെ ഡെയിലി എക്സ്പെൻസ് കൂടുകയാണ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു സാലറിയുടെ അപ്പുറത്തേക്കാണ് നമ്മുടെ എക്സ്പെൻസ് പലപ്പോഴും കടന്നു പോകുന്നത്. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇവർ പുതിയൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വരികയാണ്, സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിന്റെ അപ്പുറത്തേക്കും പല രീതിയിലുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അല്ല നമ്മള് ഇപ്പൊ പുറത്ത് ഔട്ടിങ്ങിന് പോവാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയാണ്, പുതിയ പുതിയ സൗഹൃദങ്ങളാണ് രൂപപ്പെടുന്നത്. നമ്മളുടെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ പഠിക്കണം. ഇവർക്ക് ആവശ്യമില്ലാത്ത എക്സ്പെൻസ്, ഇപ്പം നമുക്ക് പഠനത്തിന് എത്ര ചെലവ് വേണം, ഫുഡ് കാര്യങ്ങൾ, ഇതിന് ആവശ്യമുള്ള ഒരു ചെലവിന് കണക്ക് കാണുമല്ലോ. അതിനപ്പുറത്തേക്ക് റോസസ് ഒക്കെ വഴി ഞാനിപ്പോ വെറുതെ ഇരുന്ന് എനിക്ക് കുറെ പൈസ കിട്ടുകയാണ്. അപ്പൊ എനിക്ക് പോക്കറ്റ് മണിക്കാണെങ്കിൽ ഇവിടെ മറ്റേ പാർട്ട് ടൈം ജോബിന് പോകുന്ന എത്ര ആൾക്കാരുണ്ട്. അല്ല നമ്മള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പൈസയ്ക്ക് ഒരു വില ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്ന രീതി ഉണ്ടാവും. പക്ഷേ ഈ ആപ്പുകളൊക്കെ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരാൾ 2 മിനിറ്റ് സംസാരിച്ചാൽ മതി, എനിക്ക് റോസ് കിട്ടും, എനിക്ക് പൈസ കിട്ടും. സേഫ് ആവുന്നത് ഞാൻ അത് ആലോചിക്കുന്നേ. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആവശ്യമില്ല. സേഫസ്റ്റ് എന്ന് അവർ പറയാൻ കാരണം നമ്മുടെ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ യാതൊരുവിധ ഐഡിയും അതിൽ വഴി പോകുന്നില്ല. ഈ ഐഡി നമുക്ക് ഒരാൾ ഇപ്പൊ നമ്മൾ ഒരു ജസ്റ്റ് സംസാരിക്കുന്ന ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എഴുതിയൊക്കെയുള്ള സൗകര്യമില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരാളോട് പറയാണ്, നേരത്തെ പറഞ്ഞ പോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ ഭയങ്കര ഇൻഫ്ലുവൻസ് പറയൂലേ, അതന്നെ ആണുങ്ങളുടെ ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് ഇത്. ആണുങ്ങളുടെ ക്യാഷ് അങ്ങോട്ട് വാങ്ങിച്ച്, അതായത് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കും. നമ്മുടെ ലിസ്റ്റിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് സൗഹൃദം എന്തിനിങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ എന്താ നമുക്ക് അതിനകത്ത് എന്ത് വാല്യൂ ഉള്ളത്? നല്ല സൗഹൃദങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അതിനെ? തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഫ്രണ്ട് ആപ്പ് വഴി എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു കൺസെപ്റ്റിനെ. പെട്ടെന്ന് നമ്മുടെ വൈബ് അനുസരിച്ചുള്ള ആളെ ഒരു കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇവർ തുടക്കുമ്പോൾ തന്നെ ഇവരുടെ ഏജ് കാര്യങ്ങൾ എന്തൊക്കെയാ, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, ഇതാദ്യം ചോദിക്കുന്നത്. ബേസിക് ആയിട്ട് കുറെ ചോദ്യങ്ങളുണ്ട്. പേരെന്താ, എവിടെയാണ് വീട്, അല്ലെങ്കിൽ എത്ര വയസ്സുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ മറ്റേലോട്ടാണ് കിടക്കുന്നത്. എല്ലാവരും അതിലേക്കാണ് കിടക്കുന്നത്. അതെ, വേണമെങ്കിൽ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാത്ത ആൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് തെറ്റാണോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. ഇതൊരിക്കലും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല ഒരു കാരണവശാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല. ഒരു ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും കയറി യൂസ് ചെയ്യാം. ഇതിനകത്ത് തന്നെ അന്യൂസ് വേൾഡിനകത്ത് സ്ത്രീ പറയുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു ചെറുക്കൻ ഏത് രീതിയിലാണ് ലൈംഗികമായിട്ടുള്ള രീതിയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് സംസാരിച്ചത്. ആ പെൺകുട്ടിക്ക് തന്നെ തലവിരുത്തിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോയി. ആ പെൺകുട്ടി അതിനകത്ത് അനുഭവങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ ന്യൂസ് വേൾഡിനകത്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്ത് രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ബെറ്റിംഗ് ആപ്സ് പോലുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിരോധിച്ചു. ഇതേപോലുള്ള ഒരു തരത്തിലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഫോളോവേഴ്സിനെ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ പുരുഷന്മാർ എന്തായിരിക്കും ഇത് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ കണ്ടതിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സ്ത്രീകളാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്ത്രീകൾക്കാണോ സൗഹൃദങ്ങൾക്ക് കുറവുള്ളത്, നമുക്കാണോ സംസാരിക്കാൻ? ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഇപ്പം മാട്രിമോണി പോലുള്ള ആപ്ലിക്കേഷൻസിൽ സ്ത്രീകളെയാണ് അവർ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ സ്ത്രീകളെ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം സ്ത്രീകളെയാണ്, പെണ്ണുങ്ങളെയാണ് അവർക്ക് അതായത് പെണ്ണ് കിട്ടാൻ ഇല്ലെന്ന് പറയല്ലേ, സ്ത്രീകളെയാണ് അവർക്ക് കൂടുതൽ ആവശ്യം. ഈ പറയുന്ന പോലെ ഈ ആപ്ലിക്കേഷനിലും ഒരുപാട് സ്ത്രീകളെ ആവശ്യമുണ്ട്. ആൺകുട്ടികൾ എന്തോലും ചെല്ലും അങ്ങോട്ട് ചെല്ലും. ഈ ആൺകുട്ടികൾ പൈസ കൊടുക്കുന്നത് അവർ ഈ കാര്യത്തിന് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറാണ്. നേരെ തിരിച്ചാണെങ്കിൽ ഇവർക്ക് ലാഭമായിട്ട് പോകുമോ തോന്നുന്നുണ്ടോ? ഇല്ല. പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവൻ സംസാരിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് വേറൊരാളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. കൃത്യമായിട്ട് ആണുങ്ങളുടെ ലിസ്റ്റിനെ യൂസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ ആപ്ലിക്കേഷൻസ്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു
ഈ ആപ്പ് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നമുക്ക് പുതിയ സൗഹൃദങ്ങൾ വേണം, നമുക്ക് കൂടുതലായിട്ട് നമ്മളെ പറ്റി തുറന്നു പറയാൻ ആൾക്കാർ വേണം. അതിന് വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ ഒരു ഫ്രണ്ട് ആപ്പ് തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ ആൾക്കാരും നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് ആപ്പ് വഴി ഒരു പരിചയപ്പെട്ടു, പക്ഷേ പരിചയപ്പെടുന്ന രീതി ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആരാണ് പേര് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഐ ഡി വല്ലതും ആയിരിക്കാം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ഗേളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഗേളിനോട് ഞാൻ പറയുകയാണ് ഞാൻ ഒരു പെൺകുട്ടിയാണ്, അപ്പോഴേ മാറ്റി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോകും. ഇതിനകത്ത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കരുതാം, ഇപ്പം അങ്ങനെ അധികം എടുക്കുന്നവരെടുത്താൽ പോരെ, യൂസ് ചെയ്താൽ പോരെ. അത് നമുക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാണെന്ന് നമ്മൾ രാജ്യം തന്നെ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് 18-ന് ശേഷമുള്ള ആൾക്കാരോട് നമുക്ക് ഇങ്ങനെ പറയാം, ഇത് തെറ്റാണ് ശരിയാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കറിയാം, പിന്നെ നീ എന്തിനാ അത് പോയി സംസാരിച്ചെന്ന് പലരും ചോദിക്കും. പക്ഷേ ഈ കുട്ടികളുടെ വിഷയമാണ് നമ്മൾ കുറെ കൂടെ ഭീകരമാകുന്നത്. ഇത് വഴി തെറ്റിക്കാൻ വേണ്ടി ഈസി ആയിട്ടൊരു വഴി അവര് അടുത്ത് വെച്ച് കൊടുക്കുകയെന്ന്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാനും സാധനവും പറയാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഈ പറയുന്ന കാര്യം എന്ന് പറയുന്ന അടുത്ത ദിവസം ഇവൻ പബ്ലിക്കായിട്ട് വന്ന് പറയും, പബ്ലിക്കായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങും. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഈ ന്യൂസ് വേൾഡിലെ ചേച്ചി പറഞ്ഞ കുറച്ച് ബൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കും. ചെറുതായിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അത് കണ്ടിട്ടാ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എൻ്റെ തല തന്നെ ചേട്ടാ മരച്ചുപോയി. ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുകയില്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. ചെയ്യുന്ന ആൾക്കാരെന്ന് ചിന്തിച്ചാൽ മതി. ഇവർക്ക് ഇപ്പൊ കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടികളുള്ള ആൾക്കാർ അങ്ങനെ തന്നെ, ഇവർക്ക് ഒരു 10-15 വയസ്സാകുമ്പോൾ ഇവരുടെ മക്കൾ ഇത് ഉപയോഗിക്കില്ല. ഇത് ഇവർ ഈ പറയുന്ന പോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇവരുടെ മക്കൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അവരുടെ കുട്ടികളോട് പറയുമായിരിക്കുമോ, എന്താ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുമായിരിക്കും. കാരണം ഇവര് തന്നെയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്, നല്ല സൗഹൃദങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ ആർക്കായിരിക്കും ഇതിനകത്ത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി പലർക്കും ഉണ്ടാവും. ഇതിനകത്ത് കയറുമ്പോഴാണ് ഇങ്ങനെയാണെന്ന് അറിയുന്നത്. ഇവിടെ ഡയറക്റ്റായിട്ട് ഇന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനകത്ത് നടക്കുന്ന കളികളെല്ലാം വേറെ രീതിയിലുള്ളതാണ്. ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മതി അവർക്ക്. വീഡിയോ കോൾ, ഓഡിയോ കോൾ, അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത്. മാരീഡ് ആയിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് എങ്ങനെയൊക്കെ പോയി ഏതൊക്കെ കുഴി ചാടുന്നു പറയാൻ പറ്റത്തില്ല. ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല, ആൺകുട്ടികളെയും കൂടെ പറയുന്നത്. കാരണം ഹണി ട്രാപ്സ് പോലുള്ള കാര്യങ്ങൾ ഇതുവഴി വരാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഒരു ID ഷെയർ ചെയ്യും, നമ്പർ ഷെയർ ചെയ്യും, പിന്നീട് ഒരുമിച്ച് കാണും. ഇതിനൊക്കെ ശേഷമായിരിക്കാം പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ വിർച്വലി ഉള്ള ഒരു ബന്ധമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാനിപ്പോ വർഷങ്ങളായിട്ട് നിങ്ങളെ പരിചയമുണ്ട്, എങ്കിൽ പോലും എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയായിരിക്കാം ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ അയാൾ പറഞ്ഞ പരിചയം വെച്ച് എനിക്ക് എങ്ങനെ അറിയാം എന്റെ വൈബാണ് അല്ലെങ്കിൽ എന്റെ അടുത്ത ആളാണ്? നേരിട്ട് കാണുമ്പോൾ ഇവർക്ക് സൗഹൃദം ഒന്നും വേണ്ട. ഇവർക്ക് കാണാത്ത ഈ ഓൺലൈൻ വഴിയുള്ള പരിചയങ്ങൾ മതി. അതാണ് അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ല, ഈ ആപ്പിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും കുട്ടികളിലേക്കായിരിക്കാം ഇത് മോശമായിട്ട് എത്താൻ പോകുന്നത്. ഇവർ ഈ പറയുന്ന രീതിയിലൊന്നും അല്ല ഈ പിള്ളേർ ഉപയോഗിക്കാൻ. അവർക്ക് എന്ത് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു 10-15 വയസ്സുള്ള ആ പ്രായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതെങ്ങനെയാണ്. കാരണം ആ പ്രായത്തിൽ നമുക്ക് അത്രേ ബോധം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും 2-3 വർഷം ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. കാരണം ഇത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് ഒരാൾ മോശമായിട്ട് സെക്സ് ആ ഒരു ചാറ്റ് നടത്തുകയാണെങ്കിൽ തന്നെ ആ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണോ ശരിയാണോ, ഞാൻ ഇപ്പോൾ അവരോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു തുടങ്ങും. പിന്നീട് അത് അവരിലേക്ക് കാഴ്ചകളിലേക്ക് പോകും, തമ്മിൽ കണ്ടുമുട്ടുന്ന രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ പരസ്പരം ID ഷെയർ ചെയ്യും, ഇങ്ങനെ പല ഘട്ടങ്ങളിലേക്ക് പോകും നമ്മുടെ മക്കൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2024-2025 ഈ ഒരു വർഷത്തിനിടയിലാണ്, അല്ലെങ്കിൽ ആ ഒരു വർഷത്തോളം ഇടയിലാണ് ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു പ്രൊമോഷൻസ് കിട്ടി തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് നോക്കുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഈ സാധനം ആയതുകൊണ്ടാണ് ഇവര് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കുന്നത്. മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് കയറ്റിയിട്ട് വേറെ കുഴിയിലോട്ട് എടുത്ത് തള്ളിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്ന് പ്രൊമോട്ട് ആലോചിച്ചാൽ ചെയ്യുന്ന മതി, ഒരാൾക്കും ഒരു ലാഭവും ഇല്ലാണ്ട് ഒരു പൈസയും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിൽ ആരെയാണെങ്കിലും ഇവരൊന്ന് ഒരു ചൂഷണം തന്നെയാണ് അതിനകത്ത് നടക്കാൻ പോകുന്നത്. നമുക്ക് ഒരാളും ഒരിക്കലും വെറുതെ പൈസ തരാൻ പോകുന്നില്ല. അത് ഈ പ്രൊമോട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ, ഇവർ അടുത്ത് മാതാപിതാക്കളായിട്ടുള്ളവരാണെങ്കിലും ഇനി ഭാവിയിൽ ആകാൻ പോകുന്നവരാണെങ്കിലും ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമുക്കും മക്കളുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് 10-30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രമല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ഇട്ട് ഇവരുടെ ഇപ്പോൾ ഫോണുണ്ട്, ഇവരും ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. നാളെ നമ്മുടെ കുട്ടികളും ഇതേപോലെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കിരുന്ന് അല്ലെങ്കിൽ അപ്പോൾ അവരതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുമായിരിക്കാം. പക്ഷെ അതൊന്നും ആലോചിക്കണ്ടേ, നമ്മുടെ ഭാവി തലമുറയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി ചാടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ. അപ്പോൾ അതിനെതിരെ മറ്റു കൂടുതലൊന്ന് അല്ലെങ്കിൽ ഒരുപാട് പ്രൂഫ് വരാനുണ്ട്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ തരും ഇതിനെ പറ്റിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതും കൂടെ അറിഞ്ഞിട്ട് വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഇതെന്തോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, ഇത് നല്ല സൗഹൃദം കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കാണിക്കണം. നല്ല സൗഹൃദങ്ങളാണോ ഇതിനകത്തുള്ളത് നടക്കുന്നത്, ഇവരതിനകത്ത് എത്ര നാൾ ഇവരുടെ സ്ക്രീൻ ടൈം ഇവർ കാണിക്കണം. ഇവർക്ക് ഇതിലൂടെ കിട്ടിയ നല്ല സുഹൃത്തിനെ ഇവർ കാണിക്കണം. അതേപോലെ എത്രമാത്രം പൈസ അവർ അതിൽ നിന്ന് സമ്പാദിച്ചു. പ്രോസസ് ഇത് സേഫ് ആണെന്ന് പറയുന്നുണ്ട്. എത്തരത്തിൽ സേഫ്? ആൺകുട്ടികളുടെ ക്യാഷ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് അതിന്റെ അകത്ത് നടക്കുന്നത്. ഇവര് വന്നിട്ട് എന്റെ ഫ്രണ്ട് എനിക്ക് ഇത് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ നേരം സംസാരിച്ചു, ഇതൊന്നും അല്ല അതിനകത്ത് ഗ്രൂപ്പ് കോൾസ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ നടക്കുന്നുണ്ട്. നേരത്തെ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ പോലെ എന്താ ബോയ്സ് ട്യൂട്ടറിങ്ങോ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതൊന്നും ഇവർ പറഞ്ഞു തരില്ല. നമ്മൾ പോയി കണ്ട് അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ക്യൂരിയസ് അല്ലേ, പോയി ചാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കുട്ടികൾക്കെന്നല്ല, ആരും ഇത്തരത്തിലുള്ള ഒരാള് ഏത് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയി ചാടാതിരിക്കും. ഇവർക്ക് ലാഭം ഇല്ലാണ്ട് ഇവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു തരത്തിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം നമുക്ക് മുമ്പ് നമ്മുടെ 80s നമുക്ക് ഒരു ലോകം നമുക്ക് ഉണ്ടാക്കി തന്നു, നമുക്കൊരു ചുറ്റുപാട് അവരുണ്ടാക്കി തന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചുറ്റുപാടാണ് അടുത്ത ജനറേഷനെ ബാധിക്കുന്നത്. നമ്മൾ ഈ ഉണ്ടാക്കി കൊടുത്ത ചുറ്റുപാടാണ് അവരെ ബാധിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലാവാനുള്ള കാരണം നമുക്കുണ്ടാക്കി തന്ന സാഹചര്യം, ചുറ്റുപാട്, അത് കാരണം നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റി. ഞാൻ നല്ല രീതിയിലാണെന്നല്ല, ഇപ്പം അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് ചെയ്തു തന്ന ചുറ്റുപാടും കാര്യങ്ങളോ. അതുപോലെ അടുത്ത ജനറേഷന് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമയുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഒരു തരത്തിലും നമ്മളിത് പ്രൊമോട്ട് ചെയ്യരുത്, ഒരു തരത്തിലും. ഇതിപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പ്രൂഫ് കൂടെ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരും. ഇത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് ബാഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാൻ. എനിക്ക് എന്തുമായാലും ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് ഈ ആപ്ലിക്കേഷൻ ഈ രീതിയിൽ നല്ല ഫ്രണ്ടിനെ സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അവർ നല്ല ഫ്രണ്ടിനെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവർ എത്രത്തോളം ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്നും അവർ കാണിക്കണം.